ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് പുതിയൊരു വർഷം ആരംഭിച്ചിരിക്കുകയാണ്. 2024 ജനുവരി മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു ജനുവരി മാസം, ഈ വർഷത്തെ ആദ്യത്തെ മാസം ജനുവരി മാസത്തിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ജനുവരി മാസത്തിലെ കംപ്ലീറ്റ് ലിസ്റ്റാണ്, കംപ്ലീറ്റ് OTT റിലീസിംഗ് ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 24ഓളം റിലീസുകളാണ് ഇപ്പോൾ ഓൾറെഡി കൺഫേം ആയിട്ടുള്ള ലിസ്റ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കൺഫേം ആയിട്ടുള്ള സിനിമകളും സീരീസുകളും മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ വേറെ സിനിമകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ ഒരു മാസം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളും നോക്കാം. നമുക്ക് ആദ്യം തന്നെ വിദേശ സിനിമകൾ ഏതൊക്കെയാണ് നോക്കാം. ഈ ഒരു മാസം ജനുവരി മാസം റിലീസ് ചെയ്യുന്ന വിദേശ സിനിമകൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ ഒന്നാമത്തെ സിനിമ ഒരു ഡച്ച് മൂവിയാണ്. ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സയൻസ് ഫിക്ഷൻ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ കിച്ചൺ ആണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സിനിമ ജനുവരി മാസം 19-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ജർമ്മൻ മൂവിയാണ്. ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജർമ്മൻ മൂവിയാണ്. 60 മിനിറ്റ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ജനുവരി മാസം 19 റിലീസ് ചെയ്യുന്നത്. ഈ സിനിമകളൊക്കെ ഞാൻ വിദേശ ഭാഷകൾ സിനിമകൾ തന്നെ പറയുന്നുണ്ടെങ്കിലും നെറ്റ്ഫ്ലിക്സിൽ വരുന്ന സിനിമകൾ ഭൂരിഭാഗം സിനിമകളും തമിഴ്, ഹിന്ദി ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആവാറുണ്ട്. സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ സിനിമകളൊക്കെ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സിനിമ ഒരു ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മേരി മെൻ 3 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ജനുവരി മാസം 18-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് ഒരു കോമഡി ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഡംബ് മണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും അതുപോലെ തന്നെ ഐറ്റ്യൂൺസ്, ബുക്ക് മൈ ഷോസ്, സീപ്ലക്സ്, യൂട്യൂബ്, ഗൂഗിൾ പ്ലേ ഈ എല്ലാ OTT പ്ലാറ്റ്ഫോമുകളിലായിട്ട് ജനുവരി മാസം 13-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. റോൾ പ്ലേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ജനുവരി മാസം 12-ാം തീയതി ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിരിക്കും ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നത്. അടുത്തത് അഞ്ചാമത്തെ സിനിമ ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ലിഫ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ജനുവരി മാസം 12-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അഡയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ജനുവരി മാസം 12-നാണ് റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ആക്ഷൻ അഡ്വഞ്ചർ വാർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജാപ്പനീസ് മൂവിയാണ്. കിങ്ഡം 3 ദ ഫ്ലെയിം ഓഫ് ഫെയ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ ജനുവരി മാസം 10-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ഡ്രാമ വാർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വാർഹോസ് 1 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിൽ ജനുവരി മാസം 5-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ മാർഷ് കിങ്സ് ഡോട്ടർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴി ഈ ഒരു സിനിമ ജനുവരി മാസം 5-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഗുഡ് ഗ്രീഫ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ ജനുവരി മാസം 5-ാം തീയതി ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും. അടുത്തത് ഒരു ഡ്രാമ റൊമാൻറ്റിക് സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഫോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. FOE ഫോയ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ജനുവരി മാസം 5-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സവാന ഹോണ്ടിങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴി ഈ ഒരു സിനിമ ജനുവരി മാസം 5-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അന്യഭാഷാ സിനിമകളാണുള്ളത്. ഇനി നമുക്ക് ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലൊക്കെ ഏതൊക്കെ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട് നോക്കാം. അതിന് നമുക്ക് 2 സീരീസുകൾ നോക്കാം. ഇംഗ്ലീഷ് സീരീസുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷിലും അറബിയിലും അങ്ങനെ പല ലാംഗ്വേജിലും ഒരുപാട്, കൊറിയ, ജപ്പാനീസ് ഒക്കെ ഒരുപാട് സീരീസുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട സീരീസുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ എന്തായാലും OTT അപ്ഡേറ്റ് ചെയ്യുമല്ലോ, ആ ഒരു സമയത്ത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇതിലാണ് കൂടുതലും സിനിമകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2 ഹിന്ദി സീരീസുകളുണ്ട്, അത് ഞാൻ ഇവിടെ പറയാം. ഒന്നാമത് ഒരു കർമ്മ കോളിംഗ് എന്ന് പറഞ്ഞ സീരീസാണ്. കർമ്മ കോളിംഗ് രവിനാട്ടാനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദി സീരീസാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി സിനിമ ജനുവരി മാസം 26-ാം തീയതിയാണ്
റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. മൾട്ടി ലാംഗ്വേജ് വരാൻ ചാൻസ് ഉണ്ട്, എന്തായാലും വെയിറ്റ് ചെയ്യാൻ നോക്കും. അടുത്തത് ഒരു ഹിന്ദി സീരീസാണ്, ഒരു ആക്ഷൻ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. ഇന്ത്യൻ പോലീസ് ഫോഴ്സ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി സീരീസാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് ജനുവരി മാസം 19 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചിലപ്പം മൾട്ടി ലാംഗ്വേജ് വരാൻ ചാൻസ് ഉണ്ട്. ശില്പ ഷെട്ടിക്കായിരുന്നു ഈ ഒരു സിനിമയിൽ ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ മൾട്ടി ലാംഗ്വേജ് ഒക്കെ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. ജനുവരി മാസം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. പിന്നെ ഡേറ്റ് കൺഫേം ആയിട്ടുള്ള സിനിമകളാണ് കേട്ടോ. അതിൽ ഒന്നാമത്തത് ഹൈ നാന എന്നാണ് സിനിമയുടെ പേര്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ പിന്നെ ജനുവരി മാസം 4 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അടുത്തൊരു തമിഴ് സിനിമയാണ്. കൊഞ്ചൂറി കണ്ണപ്പൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സിനിമയാണ്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ജനുവരി മാസം 5 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇത് നേരത്തെ പറയാൻ വിട്ടുപോയെന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ എന്താ പറയുക മറ്റ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ആദ്യം റിലീസ് ചെയ്തിട്ടുണ്ട്. എക്സ്പാൻഡബിൾസ് 4 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ജനുവരി മാസം 5 ഈ സിനിമ റിലീസ് ചെയ്യാണ്. ചിലപ്പോൾ ഈ സിനിമയുടെ ഹിന്ദി, തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. അടുത്തൊരു സീരീസാണ്, ഒരു മലയാള സീരീസാണ്. പേരിലൂർ പ്രീമിയർ ലീഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്, സീരീസിന്റെ പേര് വരുന്നത്. ഒരു മലയാളം കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. സണ്ണി വേനും നിഖില വിമലും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. മലയാള ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് മൾട്ടി ഓഡിയോയിലാണ് ഈ ഒരു സീരീസ് Disney+ ഹോട്ട്സ്റ്റാർ വഴി ജനുവരി മാസം 5 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കങ്കണ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തേജസ് എന്ന സിനിമ. C5 ഈ ഒരു സിനിമ ജനുവരി മാസം 5 റിലീസ് ചെയ്യുന്നത്. അടുത്ത മലയാളത്തിലുള്ള സിനിമയാണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളത്തിലുള്ള സിനിമയാണ് ഉടൽ എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ ജനുവരി മാസം 5 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു തെലുങ്ക് ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കൊട്ട ബൊമ്മാലി PS എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ആഹാ തെലുങ്ക് വഴി ഈ ഒരു സിനിമ ജനുവരി മാസം 12 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത 2 ഹിന്ദി സിനിമകളുണ്ട്. ഏകദേശം ഡേറ്റ് കൺഫേം ആയിട്ടുള്ള സിനിമകളാണ്. അതിൽ ഒന്നാമത്തെ സിനിമ സാം ബഹദൂർ എന്ന് പറഞ്ഞ സിനിമയാണ്. വിക്കി കൗശൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹിസ്റ്ററി വാർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. ഈ ഒരു സിനിമ C5 വഴി ജനുവരി മാസം 26 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഹിന്ദി മൂവിയാണ്. പിന്നെ അനിമൽ എന്ന് പറഞ്ഞ സിനിമ. രൺബീർ കപൂർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഹിന്ദി മൂവിയാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ജനുവരി മാസം 26 വരുന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 2 സിനിമകളുടെ ലാസ്റ്റ് വന്ന 2 ഹിന്ദി സിനിമകളുടെ എനിമലും അതുപോലെ തന്നെ സാം ബഹദൂർ ഈ 2 സിനിമകളുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഡേറ്റ് ഒഫീഷ്യലായിട്ട് വരുന്നതാണ്. ഏകദേശം 90% ഉറപ്പിക്കാവുന്ന ഡേറ്റുകളാണ് 26 എന്നുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇപ്പോൾ ഒഫീഷ്യലി വന്ന ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ജനുവരി മാസം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ജനുവരി മാസം റിലീസ് ചെയ്യും എന്ന് പ്രതീക്ഷയുള്ള കുറച്ച് സിനിമകളുണ്ട്. അത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ, അതായത് പിന്നെ 2024 തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ജനുവരി മാസം 1 എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും പിന്നെ നല്ലൊരു വർഷമാവട്ടെ ഈ ഒരു 2024 ഈ ഒരു വർഷം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്ക് സീരിയൽസുകൾക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ജനുവരി മാസം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന, ഈ ജനുവരി മാസത്തിൽ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെ എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.